ഹലോ എവ്രി വൺ വെൽക്കം ടു എസ് കെമിസ്ട്രി. ഇപ്പം നമ്മൾ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ ആയിട്ടുള്ള ഇനോർഗാനിക് കെമിസ്ട്രിയിലെ മെയിൻ ഗ്രൂപ്പിന്റെ ലാസ്റ്റ് ക്ലാസ് ആയിരിക്കും ഇന്ന് കേട്ടോ. നമുക്കിനി എടുക്കാനുള്ള മെയിൻ ആയിട്ട് ഗ്രൂപ്പ് 17 എലമെന്റ്സ് ആണ് നമുക്ക് ഫൈനൽ ആയിട്ട് എടുക്കാനുള്ളത്. അപ്പൊ ആദ്യം ഗ്രൂപ്പ് 17 എലമെന്റ്സ് പറഞ്ഞാൽ നമുക്കറിയാം ക്ലോറിൻ ഫാമിലിയാണ്, ഹാലജൻസ് ആണ് അല്ലെ. അപ്പോൾ ഇവരുടെ കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്ക് പോവാം. ഫസ്റ്റ് നമ്മൾ പോകുന്നത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അസിഡിക് സ്ട്രെങ്ത് ഓഫ് ഹൈഡ്രജൻ ഹാലൈഡ്. അതായത് ഹൈഡ്രജൻ ആലൈഡ് എന്ന് പറയുന്നത് എന്താണ്? HX ലൈൻ. HX എന്ന ബേസിക് ഫോർമുല. ഇതിൽ X എന്ന് പറയുന്നത് ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ, ഫ്ലൂറിൻ. അതായത് നമ്മൾ ഹാലജൻസ് ആയിരിക്കും. അപ്പൊ ഹൈഡ്രജൻ ഹാലൈഡിന്റെ അതായത് ഗ്രൂപ്പ് 17 ഹാലൈഡിന്റെ അസിഡിക് സ്ട്രെങ്ത് നമുക്ക് കമ്പയർ ചെയ്യണം. ഇതാണ് അവരുടെ ഓർഡർ എന്ന് പറയുന്നത്. HF ആണ് ഏറ്റവും കുറവ് അസിഡിക്, പിന്നെ HCl, പിന്നെ HBr, പിന്നെ HI. ശരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഫ്ലൂറിൻ നല്ല ഇലക്ട്രോനെഗറ്റീവ് ഒക്കെ ആയത് കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതായിരിക്കും HF ആയിരിക്കും അസിഡിക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു അല്ലെ. പക്ഷെ ഇവിടെ സംബന്ധിച്ച് ശരിക്കും HF ബോണ്ട് തന്നെയാണ് പോളാർ ബോണ്ട്. അതുകൊണ്ട് ഹൈഡ്രജൻ ഈസി ആയിട്ട് പോകും എന്നൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പൊളാരിറ്റി, ബോണ്ടിന്റെ പൊളാരിറ്റി മാത്രമല്ല ഇവിടെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത്. ഇവിടെ ബോണ്ട് ഡിസോസിയേഷൻ എനർജി എന്ന സംഭവം നോക്കണം. ബോണ്ട് ഡിസോസിയേഷൻ എനർജി ഇവിടെ HF ബോണ്ടിന് ഒന്നുകൂടി സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടാണ്. അവിടെ ബോണ്ട് ഡിസോസിയേഷൻ എനർജി എന്തായിരിക്കും? ഭയങ്കര ഹൈ ആയിരിക്കും. ഓക്കെ, HI ബോണ്ടിനാണ് എന്ത് ഏറ്റവും കുറവ് ബോണ്ട് ഡിസോസിയേഷൻ എനർജി. കാരണം അയോഡിൻ ലാർജ് സൈസ് ആണ്, ഇവിടെ ഫ്ലൂറിൻ ആണെങ്കിൽ സ്മോൾ സൈസ് ആണ്, ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലാണ്. സോ ഇനി HF എന്താണ്? ബോണ്ട് ഡിസോസിയേഷൻ എനർജി കൂടുതലായിരിക്കും. അതുകൊണ്ട് Hന് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? റിമൂവ് ചെയ്ത് പോകാൻ പറ്റില്ല. HIന്റെ കേസിൽ അതിന് HI എന്താ പറ്റും? റിമൂവ് ചെയ്യുന്നത് എളുപ്പമായിരിക്കും. ബിക്കോസ് ഈ HI എന്ന് പറയുന്ന മോളിക്യൂളിന്റെ എന്താണ് അവിടെ ബോണ്ട് ഡിസോസിയേഷൻ എനർജി എന്താണ് വളരെ കുറവാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഓർഡർ ഇങ്ങനെ വരാൻ കാരണം. ക്ലിയർ ആയില്ലേ? ഇപ്പൊ അസിഡിക് സ്ട്രെങ്ത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചോദ്യം വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ അത് പഠിച്ചേക്കാം. പിന്നെ അടുത്ത റെഡ്യൂസിങ് പ്രോപ്പർട്ടി ആണ്. റെഡ്യൂസിങ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ എന്താ? വേറൊരു കോമ്പൗണ്ട് അല്ലെങ്കിൽ വേറെ എലമെന്റിനെ റെഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് അല്ലെ. ഇത് ഓക്സിഡൈസ്ഡ് ആവും. നമ്മൾ ഹൈഡ്രജൻ ആയിട്ട് ഓക്സിഡൈസ് ആയിട്ട് വേറെ റെഡ്യൂസ് ചെയ്യിപ്പിക്കുന്നതാണ്. അപ്പൊ ഇവിടെ നോക്കുന്ന എന്താ? ഇവിടെ പറയുന്നത് ഇത് എങ്ങനെ തന്നെയാണ്, ഇതേപോലെ നേരത്തെ സെയിം ഓർഡറിന് വരാം. കാരണം ഇവിടെ ബോണ്ട് സ്ട്രെങ്ത് നേരത്തെ സെയിം സംഭവം തന്നെ. ബോണ്ട് സ്ട്രെങ്ത് കൂടുതൽ HF നാണ്, ഈ ഒരു ഓർഡറിലാണ് വരുന്നത്. ഇപ്പൊ തെർമൽ സ്റ്റെബിലിറ്റിയും കൂടുതൽ, അതായത് മാക്സിമം നല്ല സ്റ്റേബിൾ ബോണ്ട്, നല്ല ബോണ്ട് ഡിസോസിയേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് ഏതിനായിരിക്കും? HF നായിരിക്കും. ഇപ്പൊ റെഡ്യൂസിങ് ക്യാരക്ടർ എങ്ങനെയായിരിക്കും? ഇങ്ങനെ തന്നെ. HF ഏറ്റവും കുറവ്, HCl, HBr, HI. ഇപ്പൊ ക്ലിയർ ആയല്ലോ. അപ്പൊ ഇതിന്റെ റീസൺ എന്താണ്? സൈസ് കൂടുമ്പോൾ അയഡിൻ എന്ന് പറഞ്ഞാൽ സൈസ് കൂടുമ്പോൾ ഇവിടെ ബോണ്ട് സ്ട്രെങ്ത് കുറയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഓക്കെ, അതായി. ഇനി അടുത്ത നമുക്ക് പറയുന്നത് ബോയിലിംഗ് പോയിന്റ് ആണ്. ഇവിടെ നമുക്ക് പ്രത്യേകത പറയാനുള്ളത് ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. ഇവിടെ HF നാണ് എന്ത് ഹയസ്റ്റ് ബോയിലിംഗ് പോയിന്റ്. കാരണം അതിലാണ് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ളത്. ഈ HCl ലോ അല്ലെങ്കിൽ HBr ലോ HI ലോ ഒന്നും എന്തില്ല, ഹൈഡ്രജൻ ബോണ്ടിങ് ഇങ്ങനെ കാര്യമായിട്ടില്ല. ഫ്ലൂറിൻ ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആണ്. അപ്പൊ ഇപ്പൊ അതിന്റെ സൈസും ഹൈഡ്രജൻ ആയിട്ട് മാച്ച്. അങ്ങനെ മൊത്തത്തിൽ എന്താണ് ഈ ഹൈഡ്രജൻ ബോണ്ടിങ് കാര്യമായിട്ടുള്ള ഇതിലാണ് HF ലാണ് കേട്ടോ. ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്, അതായത് ഒരു HF മോളിക്യൂളും വേറെ HF മോളിക്യൂളും അതിൽ ഒന്നിൽ Hഉം മറ്റേതിൽ ഫ്ലൂറിനും അല്ല, അങ്ങനെ ബോണ്ട് ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാവും. അപ്പൊ അതിന് റീസൺ എന്താണ്? ഈ പറഞ്ഞ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. ക്ലിയർ ആയി? പക്ഷെ വേറെ കാര്യം പറയാനുള്ളത്, ഈ ഏറ്റവും കൂടുതൽ ബോയിലിംഗ് പോയിന്റ് HF നാണ്. അത് ഓക്കെ ആണ്. പക്ഷെ നമ്മൾ പിന്നെ നോക്കുമ്പോൾ HCl ലും HBr, HI നോക്കുമ്പോൾ പിന്നെ ഓർഡർ എങ്ങനെ വരിക? പിന്നെ ഓർഡർ വരുന്നത് ഏറ്റവും കൂടുതൽ HIക്ക്, പിന്നെ HBr. ഇത് റിവേഴ്സ് ഓർഡറാ. റിവേഴ്സ് ഓർഡറാ. കാരണം എന്തായിരിക്കും? ഇതിന് കാരണം എന്ന് പറയുന്നത് ഈ ഇന്റർമോളിക്കുലർ മാസ് ആണ്. മോളിക്കുലർ മാസ് ആണ്. അതായത് ഇവിടെ വാണ്ടർവാൾസ് ഫോഴ്സ് എന്ത് ചെയ്യുന്നു? കൂടുന്നു. HIന്റെ കേസിൽ വാണ്ടർവാൾസ് ഫോഴ്സ്, അതായത് ഇവിടെ HI എന്നുള്ള കോമ്പൗണ്ടാണ് ഏറ്റവും കൂടുതൽ മോളിക്കുലർ വെയിറ്റ്. അപ്പൊ നമുക്കറിയാം മോളിക്കുലർ മാസ് കൂടുമ്പോൾ വാണ്ടർവാൾസ് ഫോഴ്സ് കൂടും അല്ലെ. വാണ്ടർവാൾസ് ഫോഴ്സ് കൂടുന്ന കാരണം ബോയിലിംഗ് പോയിന്റ് കൂടുകയാണ് ചെയ്യുന്നത്. ജനറൽ നമുക്കറിയാലോ, മോളിക്കുലർ വെയിറ്റ് കൂടുമ്പോൾ, മോളിക്കുലർ ഫിസ് കൂടുമ്പോൾ വാണ്ടർവാൾസ് ഫോഴ്സ് കൂടുന്നു. അങ്ങനെ ബോയിലിംഗ് പോയിന്റ് കൂടുന്നതാണ് ഈ ഒരു ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, എന്നാൽ ഫ്ലൂറിൻ സ്പെഷ്യൽ കേസ് ആണ്. അവിടെ എന്തുണ്ട്? സ്ട്രോങ് ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. നമുക്ക് ചെറുപ്പത്തിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ അല്ലെ. ഏകദേശം അടിയിട്ടില്ലേ? 3 പ്രോപ്പർട്ടി പറഞ്ഞു. അസിഡിക് സ്ട്രെങ്ത്, റെഡ്യൂസിങ് ക്യാരക്ടർ, ബോയിലിംഗ് പോയിന്റ്. ഇനി നമ്മൾ മൂവ് ഓൺ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് ഓക്സോ ആസിഡ് ഓഫ് ഹാലജൻ. നമ്മൾ ഫോസ്ഫറസിന്റെ ഓക്സോ ആസിഡ് പഠിച്ചു, നൈട്രജന്റെ പഠിച്ചു, സൾഫർ പഠിച്ചു. നമുക്ക് എന്തുകൂടി പഠിക്കാണ്ട്? കാര്യമായിട്ട് പഠിക്കാനുള്ളത് ക്ലോറിൻ ആണ് കേട്ടോ. ഈ 4 ഓക്സോ ആസിഡ് ആണ് നമ്മൾ പഠിച്ചത്. ക്ലോറിനാണ് നമുക്ക് പഠിക്കാനുള്ളത് ഇതിൽ മെയിൻ ആയിട്ട്. ഒറ്റ കാര്യം ഓർക്കണം, ഫ്ലൂറിൻ ഫോം ചെയ്യുന്ന ഒരു ഓക്സോ ആസിഡ് ഒന്ന് മാത്രമേ ഉള്ളൂ. ഫ്ലൂറിൻ ഫോംസ് ഓൺലി 1 ഓക്സോ ആസിഡ്. അതിന്റെ പേരാണ് ഹൈപ്പോഫ്ലൂറസ് ആസിഡ്. ഓർത്തേക്കാട്ടോ, ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം. ഹൈപ്പോഫ്ലൂറസ് ആസിഡ്, HOF. ഓക്കെ, ഇപ്പൊ ഫ്ലൂറിൻ സ്മോൾ സൈസും ആണ്, ഇലക്ട്രോനെഗറ്റിവിറ്റി ഹൈ ആണത് കാരണം അല്ലാതെ എന്തില്ല ഓക്സോ ആസിഡ് ഒന്നും ഫോം ചെയ്യുന്നില്ല. ഒന്ന് ഹൈപ്പോഫ്ലൂറസ് ആസിഡ്, HOF. ഓക്കെ, ഈ ഫോർമുലയും പഠിക്കാം. ക്ലിയർ ആയില്ലേ? അതാണ് നമുക്ക് മെയിൻ ആയിട്ട് നോക്കാനുള്ള ഏതാണ്? ക്ലോറിന്റെ ഓക്സോ ആസിഡ് ആണ് നോക്കാനുള്ളത്. അപ്പൊ അതിലേക്ക് മൂവ് ഓൺ ചെയ്യാം. ക്ലോറിന്റെ ഓക്സോ ആസിഡ്. ഓക്കെ, ഇവിടെ യെസ് കണ്ടോ,
നമുക്ക് പഠിക്കാനുള്ള ബാധ്യതനാകെ 4 ഓക്സോ ആസിഡേ ഉള്ളൂ. ഇപ്പൊ തന്നെ ഫോർമുല പഠിക്കാം. ഒന്ന് ഹൈപ്പോക്ലോറസ് ആസിഡ്, HOCl ആണ് ഫോർമുല. HOCl ഹൈപ്പോക്ലോറസ് ആസിഡ്. പിന്നെ ക്ലോറസ് ആസിഡ് എളുപ്പമാണല്ലോ, ഹൈപ്പോ കളഞ്ഞാൽ മതി, ക്ലോറസ് എന്ത് ചെയ്യാം, ഒരു ഓക്സിജൻ എക്സ്ട്രാ വന്നു, HClO2. പിന്നെ ക്ലോറിക്, അത് HClO3. ഇങ്ങനെ ഓക്സിജൻ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ പെർക്ലോറിക്, HClO4. ഇങ്ങനെയാണ് 4 വരുന്നത്. ഇതിന് പ്രത്യേകത പറയുന്നത് ആദ്യത്തെ 2 വീക്ക് ആണ്, പിന്നെ 2 സ്ട്രോങ് ആണ്. പിന്നെ എല്ലാതും എന്താണ്, മോണോബേസിക് ആണ് അല്ലെ. അതുകൊണ്ട് നമുക്ക് ബേസിറ്റ് വേറെ എക്സ്ട്രാ പഠിക്കുന്നു വേണ്ട, കാരണം അത് ഒരു HCl ആകെ ഉള്ളൂ. അപ്പൊ ഒറ്റ OH എല്ലാത്തിലും ഉള്ളൂ, എല്ലാത്തിലും ഒരു OH തന്നെ ഉള്ളതുകൊണ്ട് എല്ലാതും മോണോബേസിക് ആണ്. അപ്പൊ ഈ ഫോർമുലയും ഈ പേരുമാണ് പഠിക്കേണ്ടത്. ഹൈപ്പോക്ലോറസ് HOCl, ക്ലോറസ് പറഞ്ഞാൽ HClO2, ക്ലോറിക് HClO3, പെർക്ലോറിക് HClO4. പഠിച്ചില്ലേ? ഈ 4 ക്ലോറിന്റെ ഓക്സോ ആസിഡ് ആയിട്ട് നമുക്ക് വരുന്നത്. നമുക്ക് അടുത്തത് എല്ലാതും മോണോബേസിക് ആണെന്ന് ഓർത്തേക്കാം. ഫോർമുലയിൽ നിന്ന് കിട്ടും, വേറെ കുഴപ്പമൊന്നുമില്ല. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഈ ഓക്സോ ആസിഡുകളുടെ അസിഡിക് സ്ട്രെങ്ത് ആണ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഇത്. ഈ അസിഡിക് സ്ട്രെങ്ത്, ഓക്സോ ആസിഡിന് എത്രത്തോളം അസിഡിക് സ്ട്രെങ്ത് ഉണ്ട് എന്നുള്ളത് നമ്മൾ ഇവിടെ ഓൾറെഡി പറഞ്ഞു. നമ്മൾ വീക്ക് സ്ട്രോങ് എന്നാലും നമ്മൾ എക്സാക്ട് കമ്പാരിസൺ വരുമ്പോൾ എങ്ങനെയാണ്, HOCl ഏറ്റവും കുറവ്, പിന്നെ HClO2, HClO3, HClO4. ഇങ്ങനെയാണ് ഇതിന്റെ ഓർഡർ വരുന്നത്. ഇതിന്റെ റീസൺ എന്താണ്? ഏറ്റവും കൂടുതൽ HClO4 ആകാൻ കാരണം എന്താ? HClO4 എന്താ ഓർമ്മ ഉണ്ടോ? പെർക്ലോറിക് അല്ലെ, പെർക്ലോറിക്. റീസൺ എന്താ? ഇവിടെ സ്റ്റെബിലിറ്റി ഓഫ് കോൺജുഗേറ്റ് ബേസ് ആണ് ഇതിന് കാരണം. നമുക്ക് ഓൾറെഡി അറിയാം കോൺജുഗേറ്റ് ബേസ് പറഞ്ഞാൽ എന്താ, ഇതിന് H പോയിട്ടുണ്ടാവുന്ന ആനയോൺ അല്ലെ. അപ്പൊ ആനയോൺ P കേസിലാണെങ്കിൽ എന്ത് വരും, ClO മൈനസ്, പിന്നെ രണ്ടാമത്തെ കേസിൽ ClO2 മൈനസ്, മൂന്നാമത്തെ കേസിൽ ClO3 മൈനസ്, നാലാമത്തെ ClO4 മൈനസ്. ഇങ്ങനെ എന്ത് ചെയ്യും, നമുക്ക് കോൺജുഗേറ്റ് ബേസസ് കിട്ടും. അപ്പൊ ഈ കോൺജുഗേറ്റ് ബേസിന്റെ സ്റ്റെബിലിറ്റി എത്രത്തോളം കൂടുമോ അത്രത്തോളം ആസിഡ് സ്ട്രോങ് ആയിരിക്കും. ക്ലിയർ ആയി? അപ്പോ അങ്ങനെ നോക്കാന്നുണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഏതാ? ClO4 മൈനസ് അല്ലേ. കാരണം ClO4 മൈനസിന്റെ കേസ് പ്രത്യേകത ഉണ്ട്, അവിടെ ഈ നെഗറ്റീവ് ചാർജ് ഏറ്റവും കൂടുതൽ ഡിസ്പേഴ്സ് ആവും. എപ്പോഴാണ് ഒരു ആനയോൺ അല്ലെങ്കിൽ ഏതൊരു ചാർജ് സ്പീഷീസ് ആണെങ്കിലും അത് എപ്പോഴാണ് സ്റ്റെബിലൈസ് ആവുക, അത് സ്റ്റെബിലൈസ് ആവണമെന്നുണ്ടെങ്കിൽ അതിന്റെ മുകളിലുള്ള ചാർജ് ഏതാണ്? ഇപ്പൊ ഈ കേസിൽ നെഗറ്റീവ് ചാർജാ, ആ നെഗറ്റീവ് ചാർജ് മാക്സിമം എന്ത് ചെയ്യണം, ഡിസ്പേഴ്സ് ആയി പോകണം. അതായത് ആ ഒരു മോളിക്യൂളിൽ ഇങ്ങനെ ന്യൂട്രലൈസ് ഡിസ്പേഴ്സ് ആക്കി പോവാം. അപ്പൊ അങ്ങനെ ഡിസ്പേഴ്സ് ആയി പോകാൻ ഇവിടെ സാധ്യത കൂടുതലാണ്. കാരണം ഇവിടെ എന്താ സംഭവം, ഇവിടെ D/PP ബാക്ക് ബോണ്ടിങ് എന്നൊരു സംഭവം ഉണ്ട്. എന്താണ് D/PP ബാക്ക് ബോണ്ടിങ്? ആരൊക്കെ തമ്മിലാ? അതായത് ഈ നമുക്കിവിടെ ഉള്ളത് ക്ലോറിനും ഓക്സിജനും ഉണ്ട് അല്ലെ. ക്ലോറിനും ഓക്സിജനും ഇല്ലേ, അതായത് നമ്മുടെ മോളിക്യൂൾ ഏതാ? ClO4 മൈനസ്. ഈ ഇവിടെ എല്ലാത്തിലും ഉണ്ട് ക്ലോറിനും ഓക്സിജനും. പക്ഷെ ഇവിടെ എന്ത് ചെയ്യും, ഈ ക്ലോറിന്റെ D ഓർബിറ്റൽ ഉണ്ട്, പിന്നെ ഓക്സിജന്റെ P, അതായത് D/PP എന്നാട്ടോ. ഒരു സെക്കൻഡേ. ഓക്കെ, എങ്ങനെ വരും ഇവിടെ? D/PP ട്ടോ. ഓക്കെ, അതായത് D ഓർബിറ്റൽ ഇവിടെ ക്ലോറിന്റെ, പിന്നെ ഓക്സിജൻ ആണെങ്കിൽ ഓക്സിജൻ P ആണല്ലോ അല്ലെ, P ഓർബിറ്റൽ. അപ്പൊ ഈ ഡിന്ന് ഇതെല്ലാം എന്താണ്, പൈ ബോണ്ടിങ് ആണ്. അപ്പൊ ഇവിടെ ഈ ക്ലോറിന്റെ D ഓർബിറ്റലിൽ നിന്ന് ഈ ഓക്സിജന്റെ P ഓർബിറ്റലിലേക്ക് എന്ത് ചെയ്യുന്നു, ഇവിടെ ബാക്ക് ബോണ്ടിങ് നടക്കുന്നത് ബാക്ക് ബോണ്ടിങ് ഓഫ് ഇലക്ട്രോൺ ആണ്, അല്ലെങ്കിൽ നെഗറ്റീവ് ഇലക്ട്രോൺ അല്ല, നെഗറ്റീവ് ചാർജ്. അപ്പൊ ഈ നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്യുന്നു, ക്ലോറിന്റെ ഓക്സിജനിലേക്ക് എന്താണ്, ഓക്സിജന്റെ Pയിലേക്ക് എന്ത് ചെയ്യുന്നു, അവിടെ ഡിസ്പേഴ്സ് ആവാണ്, അങ്ങനെ ബാക്ക് ബോണ്ടിങ് ചെയ്യാണ്. അപ്പൊ അത് കാരണം ആ നെഗറ്റീവ് ചാർജ് മാക്സിമം എന്ത് ചെയ്യാണ്, ഡിസ്പേഴ്സ് ആയി പോവാണ്. അപ്പോൾ ഈ D/PP ബാക്ക് ബോണ്ടിങ് ആണ് എന്തിനു കാരണം? ClO4 മൈനസിൽ എന്തുണ്ട്, 4 ഓക്സിജൻ ഉണ്ട്, അപ്പൊ അത്രത്തോളം ഡിസ്പേഴ്സ് ആവും. മറ്റേ ClO3 ഒരു ഓക്സിജൻ കുറഞ്ഞു അല്ലെ, അങ്ങനെ കുറയല്ലേ. അപ്പൊ അതുകൊണ്ട് ഓക്സിജൻ ഏറ്റവും കൂടുതലുള്ള കാരണം D/PP ബാക്ക് ബോണ്ടിങ് നടക്കും, അങ്ങനെ നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്യും, ഡിസ്പേഴ്സ് ആയി പോകും. ക്ലിയർ ആയി? അപ്പൊ ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ഏതായിരിക്കും? ClO4 മൈനസ് ആയിരിക്കും. അതുകൊണ്ട് ഓർഡർ എങ്ങനെ വരും? യെസ്, ഈ ഒരു ഓർഡറിൽ നമുക്ക് എന്ത് കിട്ടും, അസിഡിറ്റി കിട്ടും. ഇമ്പോർട്ടന്റ് ആട്ടോ, ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കാം. അത്രേ ഉള്ളൂ. അപ്പൊ ആലജൻസ് കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാള് ഇന്റർ ആലജൻ കോമ്പൗണ്ട് ആണ്. എന്താ ഇന്റർ ആലജൻ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാല് പേര് തന്നെ നമുക്ക് മനസ്സിലാവും അല്ലെ. ഹാലജൻസ് തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് XX' ഉണ്ടോ, XX3' ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് കോമ്പൗണ്ടുകളാണ് ഇന്റർ ഹാലജൻ കോമ്പൗണ്ട് നമ്മൾ വിളിക്കുന്നത്. ഇവിടെ പ്രത്യേകത ഓർക്കേണ്ടത് X എന്ന് പറയുന്നത് ലാർജർ സൈസ് ഹാലജനും X' സ്മോളർ സൈസും ആണ്. ഇത് XX' എന്നാണ്, അല്ലെ ഇപ്പൊ X'3 എന്ന് വെച്ചോളൂ അല്ലെ. ഒന്നെന്താണ്, ഈ വലുതാവും എപ്പോഴും ഒറ്റൊന്നായി സെൻട്രൽ ആയിട്ടായി നിൽക്കാം. ഈ മൂന്നെണ്ണം എന്തായിരിക്കും, ചെറുതായിരിക്കും. അങ്ങനെ തന്നെ വേണമല്ലോ, എന്നാലും അത് മൂന്നെണ്ണം അല്ലെ ഇവിടെ ബോണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ ചെറുത്, ഈ എത്ര എണ്ണം കൂടുതലുള്ള ചെറുതായിരിക്കും, ഒന്നായിട്ട് നിൽക്കുന്നത് സെൻട്രൽ ആറ്റം, അതാണ് ലാർജർ സൈസ് ആയിട്ടുള്ള. ഓക്കെ, ഇത് ലാർജ് സൈസ് ആണ്, ഇത് സ്മോൾ സൈസ് ആണ്, അത് ഓർത്തേക്കാം. പിന്നെ ഇന്റർആലജൻ കോമ്പൗണ്ട്സ് എല്ലാത്തിനും പ്രത്യേകത എന്താണ്, എല്ലാതും ഡയാമാഗ്നറ്റിക് ആണ്, അൺപെയർഡ് ഇലക്ട്രോൺസ് ഒന്നും ഇല്ല, എല്ലാതും ഡയാമാഗ്നറ്റിക് ആണ്. അത്ര നോക്കി. ഇത് നമുക്ക് ഇന്റർ ഹാലജൻ കോമ്പൗണ്ട്സ് ജസ്റ്റ് 2 റിയാക്ഷൻസ് നോക്കാം. ഇവര് വാട്ടർ ആയിട്ടുള്ള ഇവരുടെ റിയാക്ഷനും ആൽക്കലി ആയിട്ട് ഇവർ എങ്ങനെ റിയാക്ട് ചെയ്യും നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ 2 എടുത്ത് നോക്കാം. അപ്പൊ നമുക്ക് ഇന്റർ ഹാലജൻ കോമ്പൗണ്ട്
ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ IC അല്ലേ, അയഡിൻ ആണ് നമ്മളെ ലാർജർ സൈസ്, പിന്നെ ക്ലോറിൻ ഉണ്ട് പ്ലസ് H2O. വാട്ടറിൽ റിയാക്ട് ചെയ്യുമ്പോഴോ നമുക്ക് HCl കിട്ടും, ബാക്കി HIO കിട്ടും. HIO എന്ന് പറഞ്ഞാൽ ഹൈപ്പോ അയഡസ് ആസിഡ് ആണ്. ജസ്റ്റ് ഇവർക്ക് കാണിച്ചെന്നുള്ളൂ കേട്ടോ. ഇങ്ങനെ ഒരുപാട് റിയാക്ഷൻ നടക്കും, എത്രയോ ഇന്ററാക്ഷൻ കോമ്പൗണ്ട്സ് ഉണ്ട് അല്ലേ, നമുക്ക് എല്ലാത്തിനും കാണിക്കാൻ വയ്യ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ കാണിച്ചാണ്. ഇങ്ങനെ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടാം. പിന്നെ ആൽക്കലി ആയിട്ട് റിയാക്ഷൻ നമുക്ക് വേണമെങ്കിൽ കുറച്ച് വലിയൊരു കോമ്പൗണ്ട് എടുത്തു നോക്കാം. ഏതാണ്? BRF എന്താണ്? ബ്രോമിൻ ഫ്ലൂറിൻ അല്ലേ, ഓക്കെ, പ്ലസ് KOH ആയിട്ട് റിയാക്ഷൻ, ആൽക്കലി ആണ് KOH. പ്രൊഡക്റ്റ് എന്ത് കിട്ടും? പൊട്ടാഷ്യം ഫ്ലൂറൈഡ് കിട്ടും, KF കിട്ടും, പിന്നെ പൊട്ടാഷ്യം ബ്രോമേറ്റ് KBrO3 വരും, പിന്നെ H2O. ഇങ്ങനെയൊക്കെയാണ് പ്രൊഡക്റ്റ് വരിക. ഓക്കെ, ജസ്റ്റ് നോക്കി വെക്കാം, നമുക്ക് എല്ലാ റിയാക്ഷൻ പഠിക്കാൻ പോസിബിൾ അല്ല, എന്തായാലും ഇങ്ങനെയൊക്കെ റിയാക്ഷൻ നടക്കും. എന്ത് ചെയ്യുക? വാട്ടർ ആയിട്ട് റിയാക്ട് ചെയ്യും, ആൽക്കൽ റിയാക്ട് ചെയ്യും, അത്രയും ഓർത്ത് വെക്കാം കേട്ടോ. പിന്നെ അത്രയാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് കാര്യമായിട്ട് കവർ ചെയ്യാനുള്ളത്. പിന്നെ നമുക്കുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് നോബിളിക് ആസിഡ് അല്ലേ. നോബിളിക് ആസിഡിൽ സെനോണിന്റെ കോമ്പൗണ്ടിന്റെ സ്ട്രക്ചർ ഇത് നമ്മൾ ഓൾറെഡി കെമിക്കൽ ബോണ്ടിങ്ങിൽ പഠിച്ചാണ്. സെനോൺ കോമ്പൗണ്ട്സിന്റെ സ്ട്രക്ചർ നമ്മൾ എങ്ങനെ ഹൈബ്രിഡൈസേഷനും അതിന്റെ സ്ട്രക്ചറും, അതേപോലെ തന്നെ ഈ ഒരു ഇന്റർഹാലജൻ കോമ്പൗണ്ട്സിന്റെ സ്ട്രക്ചർ ഹൈബ്രിഡൈസേഷനും അതൊക്കെ എന്താണ് നമുക്ക് ചോദ്യമായിട്ട് വരുന്നതാണ്. അത് നമ്മൾ ഓൾറെഡി എവിടെ പഠിച്ചു? കെമിക്കൽ ബോണ്ടിങ്ങിൽ പഠിച്ചു. ഫോർ എക്സാമ്പിൾ വെറുതെ ജസ്റ്റ് മോളിക്യൂൾ എടുക്കാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു മോളിക്യൂൾ എടുക്കാം കേട്ടോ, XCO3. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം നമ്മൾ എങ്ങനെയാണ് സ്ട്രക്ചർ കണ്ടുപിടിക്കുക. അത് മെയിൻ ഗ്രൂപ്പ് നിന്ന് ചോദ്യമായിട്ട് വരും, അല്ലെങ്കിൽ കെമിക്കൽ ബോണ്ടിങ്ങിന്റെ പാർട്ടായിട്ടും ആ ചോദ്യം വരാറുണ്ട്. എങ്ങനെയൊക്കെ സെനോൺ അല്ലേ, നോബിളിക് ആസിഡ് അല്ലേ, അപ്പൊ നമുക്ക് മെയിൻ ഗ്രൂപ്പിന്റെ പാർട്ടിൽ ചോദ്യം വരാം. XCO3 നമ്മൾ എങ്ങനെ എങ്ങനെ അതിന്റെ ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കാം? നമുക്ക് സെനോൺ അറിയാം, 8 ഇലക്ട്രോൺ അല്ലെ, 1 4 5 നമ്മൾ 8 ആയിട്ട് എഴുതി. ഇനി ഓക്സിജൻ നമുക്ക് വാലൻസ് 2 ആണ്, അപ്പൊ നമ്മൾ എങ്ങനെ എഴുതണം? ഇങ്ങനെ 3 ഓക്സിജനായിട്ട് എഴുതണം അല്ലേ. ഇനി ഇവിടെ എക്സ്ട്രാ ഉണ്ട്, ഇതെന്താണ്? ലോൺ പെയർ ആണ്, 2 ലോൺ പെയർ, 3 ബോണ്ട് പെയർ, 3 ബോണ്ട് പെയറും 1 ലോൺ പെയറും എന്ന് പറഞ്ഞാൽ എന്താ ഹൈബ്രിഡൈസേഷൻ വരിക? 4 ഇലക്ട്രോൺ പെയർ ആണുള്ളത്, അപ്പൊ ഹൈബ്രിഡൈസേഷൻ sp3 ആണ്. പിന്നെ sp3യിൽ ഒരു ലോൺ പെയർ വന്നു കഴിഞ്ഞാൽ സ്ട്രക്ചർ എന്തായിട്ട് മാറും? പിരമിഡൽ ആയിട്ട് മാറും. നമ്മൾ കുറെ വട്ടം ചെയ്തു അല്ലെ. അപ്പൊ ഇങ്ങനെ മെയിൻ ഗ്രൂപ്പ് എന്തെങ്കിലും ഈ ചോദ്യം ചോദിക്കാം, അല്ലാതെ വേറെ നമുക്ക് അങ്ങനെ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും അതൊന്നും അങ്ങനെ വരുന്നില്ല. പിന്നെ റിയാക്ഷൻസ് ബേസ്ഡ് ആ വരുന്നത്, അതായത് നോബിളിക് ആസിഡിന്റെ ഒക്കെ സെനോണിന്റെ ഒക്കെ റിയാക്ഷൻസ്. അപ്പൊ സെനോണിന്റെ റിയാക്ഷൻസ് ഒരുപാട് റിയാക്ഷൻ ഉണ്ട്, അതിൽ ഞാൻ ജസ്റ്റ് 2 റിയാക്ഷൻ ഇവിടെ കാണിക്കാം. ഇങ്ങനെ ഏത് ചോദിക്കാം, അതുകൊണ്ട് നമുക്ക് എല്ലാം കൂടി നമുക്ക് നോക്കൽ പോസിബിൾ അല്ല. സെനോൺ ജനറലി എന്താ പറയാ അണ്ടർഗോ ചെയ്യുന്ന സെനോൺ ഫ്ലൂറൈഡ് ഇമ്പോർട്ടന്റ് കോമ്പൗണ്ട് ആണ്, XCF2 എന്ന് പറയുന്നത്. അപ്പൊ XCF2ന്റെ 2 റിയാക്ഷൻസ് ഞാൻ വേണമെങ്കിൽ ഇവിടെ ജസ്റ്റ് കാണിക്കാം കേട്ടോ. XCF2 വാട്ടർ റിയാക്ട് ചെയ്യും, വാട്ടർ റിയാക്ട് ചെയ്ത് എന്ത് കിട്ടും നമുക്ക്? X കിട്ടും, സെനോൺ കിട്ടും, പിന്നെ HF കിട്ടും, ഓക്സിജൻ റിലീസ് ആവും. ഇത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, സെനോൺ ഫ്ലൂറൈഡിന്റെ ഒരു റിയാക്ഷൻ ആണ് എന്തായിട്ട്? വാട്ടർ ആയിട്ട്. അതാണ് ഇപ്പൊ കാര്യമായിട്ട്. പിന്നെ സെനോൺ XCF4 ടെട്രാ ഫ്ലൂറൈഡ് എന്ത് ചെയ്യുന്നു? വാട്ടർ റിയാക്ട് ചെയ്യും, അതും വാട്ടർ റിയാക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? സെനോൺ അല്ല, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? സെനോൺ കിട്ടും, അതിന്റെ കൂട്ടത്തില് XCO3 കിട്ടും. ഇങ്ങനെ കുറച്ച് റിയാക്ഷൻസ് ലോഡ് ഉണ്ട്, ഇത് നമുക്ക് ഇങ്ങനെ ഓർത്തെങ്കിൽ പോസിബിൾ ഒന്നല്ല. ജസ്റ്റ് ഓർക്ക, ഇവര് വാട്ടർ റിയാക്ട് ചെയ്യുന്ന ജസ്റ്റ് ഓർത്ത് വെക്കുക കേട്ടോ. ബാക്കി നമുക്ക് പ്രോഡക്റ്റ് ഒക്കെ ഓരോന്നിലും ഓരോ പോലെയാണ് കിട്ടുന്നത്, അതാണ് പ്രശ്നം. ഓക്കെ, നമുക്ക് ഇത് ബേസ് 2 ചോദ്യം ചെയ്ത് നോക്കാം. Which among the following is the strongest bronzed base? നമ്മളിപ്പോ പഠിച്ചിട്ടുള്ളൂ അല്ലെ. ബ്രോൺസ്ഡ് ബേസ് ഉദ്ദേശിക്കുന്ന കോൺജുഗേറ്റ് ബേസ് അല്ലെ, കോൺജുഗേറ്റ് ബേസ് ഉദ്ദേശിക്കുന്നത് ഏതാണ് സ്ട്രോങ്സ്റ്റ്? നമുക്ക് അറിയിപ്പ് പഠിച്ചിട്ടുള്ളൂ, ClO4- ആണ്. ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ ഇനി. ഒരു ചോദ്യം, the interhalogen that will not be formed. ഈ കൂട്ടത്തിൽ ഫോം ചെയ്യാത്ത ഇന്റർഹാലജൻ കോമ്പൗണ്ട് ഏതാണ് ചോദ്യം. ഇത് ഫോം ചെയ്യില്ല. എന്താ അങ്ങനെ പറയാൻ കാരണം? നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇന്റർഹാലജൻ ഫോർമുല XX' ആകുമ്പോൾ ഇവിടെ എന്തെങ്കിലും ഇവിടെ N അല്ലെ, എത്ര ആയിക്കോട്ടെ. അപ്പൊ ഇത് ലാർജർ സൈസ് ആണ്, ഇത് സ്മോളർ സൈസ് ആണ്. രണ്ടാമത്തെ X' എന്ന് പറയുന്നത് സ്മോളർ ആണ്. ഇവിടെ നോക്കി, ഇവിടെ BRF എടുക്കും, BR ലാർജ്, ഫ്ലൂറിൻ സ്മോള്, കുഴപ്പമില്ല. I ലാർജ്, ഇവിടെ ഫ്ലൂറിൻ കൂടുതൽ എണ്ണമുള്ള ഫ്ലൂറിൻ സ്മോള്, ഇവിടെ ലാർജ് സ്മോള്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട് അല്ലെ, ഇവിടെ ClBr3 ഇത് എക്സിസ്റ്റ് ചെയ്യുമോ? ഇല്ല, കാരണം ആദ്യത്തത് സെൻട്രൽ ആറ്റ് ഇവിടെ എന്തായി? അത് സ്മോളും BR ലാർജ്, ഇങ്ങനെ സംഭവം ഫോമേ ചെയ്യില്ല. അതുകൊണ്ട് ഇവിടെ ആൻസർ എന്താണ്? ഇതാണ്. സൈസ് പ്രശ്നമാണ്, കുഴപ്പം. സൈസ് കൂടുതലുള്ളതായിരിക്കണം, എണ്ണത്തിൽ കുറവ്. പക്ഷെ ഇവിടെ ബ്രോമിൻ ആണ് എന്ത് 3 എണ്ണം വന്നിരിക്കുന്നത്, അപ്പൊ ഇങ്ങനെ ഒരു കോമ്പൗണ്ട് ഉണ്ടാവില്ല. ക്ലിയർ ആയി? അപ്പൊ ഇത്രയാണ് നമുക്ക് മെയിൻ ആയിട്ട് മെയിൻ ഗ്രൂപ്പിൽ പഠിക്കാനുള്ളത് കേട്ടോ. മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സും കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഏതെങ്കിലും മിസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ എടുക്കാം, പിന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പൊ നമുക്ക് വേറെ ഒരുപാട് ഇമ്പോർട്ടന്റ് മൊഡ്യൂൾ ഇതിലുണ്ട്, ഇനോർഗാനിക്കിലുണ്ട്. ഇത് കുറച്ച് ഡ്രൈ ആയിട്ട് ടോപ്പിക് ആണ്, എന്നാലും മാക്സിമം എന്ത് ചെയ്തിട്ടുണ്ട് PPT വെച്ച് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യാം, ഇനോർഗാനിക്കിൽ വേറൊരു യൂണിറ്റ് നമുക്ക് തുടങ്ങാൻ നോക്കാം. ഫിസിക്കൽ നമുക്ക് പുതിയൊരു യൂണിറ്റ് നാളെ സ്റ്റാർട്ട് ചെയ്യും, സോളിഡ് സ്റ്റേറ്റ്. അപ്പോൾ അത് നമുക്ക് നാളെ സ്റ്റാർട്ട് ചെയ്യാം. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് പറയാനുള്ളത്. താങ്ക് യു.